കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 19, 13 മുതൽ 15 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് യേശു കൈകൾ വെച്ച് പ്രാർത്ഥിക്കുന്നതിനു വേണ്ടി ചിലർ ശിശുക്കളെ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു. ശിഷ്യന്മാർ അവരെ ശകാരിച്ചു. എന്നാൽ അവൻ പറഞ്ഞു, ശിശുക്കളെ എൻ്റെ അടുത്ത് വരാൻ അനുവദിക്കുവിൻ, അവരെ തടയരുത്. എന്തെന്നാൽ സ്വർഗരാജ്യം അവരെ പോലെ ഉള്ളവരുടേതാണ്. അവൻ അവരുടെ മേൽ കൈകൾ വെച്ച ശേഷം അവിടെ നിന്ന് പോയി. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഇന്നത്തെ വായനകളിലൂടെ കർത്താവ് തരുന്ന ഏറ്റവും ശക്തമായ സന്ദേശം സ്വർഗരാജ്യം സ്വന്തമാക്കാൻ തക്ക വിധത്തിൽ ദൈവസ്നേഹത്താൽ, ദൈവത്തിൻ്റെ കരുണയാൽ, ദൈവത്തോടുള്ള ബന്ധത്താൽ, ദൈവിക സ്വഭാവത്താൽ രൂപപ്പെട്ട ഒരു ഹൃദയം നമുക്കുണ്ടായിരിക്കണമെന്നുള്ളതാണ്. നമ്മുടെ ഹൃദയത്തിൻ്റെ സ്വഭാവവും ഹൃദയത്തിൻ്റെ ഭാവമൊക്കെ എന്തൊക്കെയാണെന്ന് നമ്മൾ ആത്മശോധന ചെയ്യാൻ ഇന്ന് വചനം നമ്മളെ ക്ഷണിക്കുകയാണ്. നമുക്കറിയാം, നമ്മളിലൊക്കെ നിൽക്കുന്ന ഒരു പ്രവണതയാണ്, ചിലപ്പോൾ നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടായാൽ പോലും, നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ വീഴ്ചകളുണ്ടായാൽ പോലും നമ്മൾ അത് മറ്റുള്ളവരുടെ മേൽ ആരോപിക്കാനുള്ള ഒരു ടെൻഡൻസി. ഇവിടെ നമ്മൾ പറയും, എൻ്റെ അപ്പം കാരണമോ എൻ്റെ ജീവിതം ഇങ്ങനെയായ, എൻ്റെ അമ്മ കാരണമോ, എൻ്റെ സഹോദരൻ കാരണമോ, എൻ്റെ കൂടപ്പുറപ്പ് കാരണമാണ്, മറ്റുള്ളവർ കാരണമാണ് ഞാനിങ്ങനെ ആയത് എന്ന് പറഞ്ഞ് നിരന്തരം ഒരു ജീവിതത്തെ മുഴുവനും അസ്വസ്ഥപ്പെടുത്തുന്നവരെ കണ്ടിട്ടുണ്ട്. ഒരിക്കലും തങ്ങളുടേതായ ജീവിതത്തിൻ്റെ അവസ്ഥയ്ക്ക് തങ്ങളെടുത്ത തീരുമാനങ്ങളും തങ്ങളെടുത്ത നിലപാടുകളും ജീവിതത്തെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് ഒരു വിധത്തിലും അംഗീകരിക്കാതെ കടന്നു പോകുന്നവരെ കണ്ടിട്ടുണ്ട്. ഇന്നത്തെ ആദ്യ വായന എസെക്കിയേൽ പ്രവാചകനിലൂടെ കർത്താവ് പറയുന്നത് വ്യക്തിപരമായ റെസ്പോൺസിബിലിറ്റിയെക്കുറിച്ചാണ്, ഉത്തരവാദിത്വത്തെക്കുറിച്ചാണ്. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. നമ്മളെന്ത് കാണുന്നു, നമ്മളെന്ത് കേൾക്കുന്നു, നമ്മളെങ്ങനെ പ്രതികരിക്കുന്നു, നമ്മളെങ്ങനെ ജീവിതത്തെ നോക്കി കാണുന്നു എന്നുള്ളതൊക്കെയാണ് നമ്മുടെ ജീവിതത്തെ നിരന്തരം രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അത് സമ്മതിക്കാൻ നമ്മൾ തയ്യാറാകണം. അത് സമ്മതിക്കാതെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ തെറ്റുകൾക്കും, നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ പോരായ്മകൾക്കും, കുറവുകൾക്കും, വീഴ്ചകൾക്കൊക്കെ നമ്മൾ മറ്റുള്ളവരെ പഴിചാരുന്നത് നിർത്തണമെന്ന് ഇന്നത്തെ ആദ്യ വായന നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രഭാഷകന്റെ പുസ്തകം 5-ാം അധ്യായത്തിലും 15-ാം അധ്യായത്തിലൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ശക്തമായ ഭാഷയിൽ കാണുന്നൊരു കാര്യമാണ്, നിന്റെ വീഴ്ചയ്ക്ക് കാരണം കർത്താവാണെന്ന് നീ പറയരുത്. ചിലരൊക്കെ ജീവിതത്തിൽ ദൈവത്തോട് ഒരു ബന്ധമില്ലാത്ത തീരുമാനങ്ങളൊക്കെ എടുത്ത് അവസാനം വഴിമുട്ടി നിൽക്കുമ്പോൾ, ഒരു വിധത്തിലും മുന്നോട്ട് പോകാൻ പറ്റാതെ നിൽക്കുന്ന സാഹചര്യത്തിൽ പറയും, അവസാനം ദൈവം പോലും എന്നെ ഉപേക്ഷിച്ചെന്നൊക്കെ പറയുന്നവരുണ്ട്. ദൈവത്തിന് മാത്രം എന്നെക്കുറിച്ചൊരു ആലോചനയില്ല എന്ന് പറയുന്നവരുണ്ട്. ദൈവത്തോട് ഇന്ന് വരെ ആലോചനയില്ലാതെ ചില തീരുമാനങ്ങളെടുത്ത് ആ തീരുമാനത്തിൻ്റെ അവസാനത്തിൽ തകർച്ചയിലും വീഴ്ചയിലും ദുഃഖത്തിലും നിരാശയിലൊക്കെ എത്തി നിൽക്കുമ്പോൾ അവിടെ ദൈവത്തെ പഠിക്കുന്നവരുണ്ട്. എടുത്ത തീരുമാനങ്ങളിൽ ഒന്നും ദൈവമില്ലായിരുന്നു, പക്ഷേ അതിന് ബന്ധപ്പെട്ട തകർച്ചകൾ വന്നപ്പോൾ ദൈവത്തെ പഠിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. ഇവിടെ ആദ്യ വായനയിൽ പറയാണ്, നീ ചെയ്ത പ്രവൃത്തികൾക്ക് നീ വിധിക്കപ്പെടും. അതിന് നിൻ്റെ അപ്പം കാരണമാണ്, നിൻ്റെ അമ്മ കാരണമാണ്, നിൻ്റെ കുടുംബാംഗങ്ങൾ കാരണമാണ്, നിൻ്റെ തലമുറ കാരണമാണെന്ന് പറയരുത്. നിനക്ക് നിൻ്റെ ജീവിതത്തെക്കുറിച്ച് ഒരു ഉത്തരവാദിത്വം ഉണ്ട് എന്ന് വായന നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ ഏതാനും നഷ്ടങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. നാണയം നഷ്ടപ്പെട്ടു പോയി, ആട് നഷ്ടപ്പെട്ടു പോയി, മകൻ ഇറങ്ങിപ്പോയി, അല്ലെങ്കിൽ മകൻ്റെ നഷ്ടം. ഈ നഷ്ടങ്ങളിലൊക്കെ നമ്മൾ കൃത്യമായി വായിച്ചെടുക്കുന്ന ചില മനോഭാവങ്ങളുണ്ട്. അതുകൊണ്ടാണ് നഷ്ടം ഉണ്ടായത്. അത് ഒന്ന് അശ്രദ്ധ കൊണ്ട്, ഒന്ന് അജ്ഞത കൊണ്ട്, മറ്റൊന്ന് അഹങ്കാരം കൊണ്ടാണ്. ഒന്ന് അശ്രദ്ധ കൊണ്ടാണ് നഷ്ടം ഉണ്ടായതെങ്കിൽ, ഒന്ന് അജ്ഞത, അറിവില്ലായ്മ കൊണ്ടാണ് നഷ്ടം ഉണ്ടായതെങ്കിൽ, ധൂർത്തപുത്രൻ ഇറങ്ങിപ്പോയത് അഹങ്കാരം കൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ചില തീരുമാനങ്ങൾ കൊണ്ടും
നമ്മുടെ ചില നിലപാടുകൾ കൊണ്ടും നമ്മുടെ ജീവിതത്തിലുണ്ടായിട്ടുള്ള നഷ്ടങ്ങളെ നമ്മൾ തിരിച്ചറിയണം. അതിന് മറ്റുള്ളവരെ പഴിചാരിയിരുന്നുകൊണ്ട് കാര്യമില്ല. ഒരു പണിയെടുക്കാതെ ഒരു പയ്യനോട് ഗുണമെന്നാ, ഒരു പണിക്കും പോവുകയല്ല, ഒരു കാര്യത്തിന് അവൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങല, ഫുൾ ടൈം വീട്ടിലിരിക്കുക, ഭക്ഷണത്തിന് മാത്രം അവിടെ പോയിരിക്കുക, ഭക്ഷണം കഴിക്കുക. ആ ഭക്ഷണത്തിനും തെറി പറയും, വീട്ടുകാരെയും തെറി പറയും, എൻ്റെ ജീവിതം നിങ്ങളാക്കി കൂടി ഇങ്ങനെയാക്കി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അവന് വിദേശത്ത് എവിടെ പഠിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ മാതാപിതാക്കൾക്ക് വിദേശത്ത് വിട്ട് പഠിക്കാനുള്ള സാഹചര്യമില്ല, അതേ കോഴ്സ് തന്നെ നാട്ടിൽ ചെയ്യാമെന്ന് പറഞ്ഞു. അത് ചെയ്ത് നന്നായിട്ട് എന്നെ നല്ല റിസൾട്ട് കിട്ടുവാണെങ്കിൽ അതിൻ്റെ ഫ്യൂച്ചർ കോഴ്സ് വേണമെങ്കിൽ പുറത്ത് പോയി പഠിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവനെ ഇവിടെ പഠിക്കാൻ കൊണ്ടേയാക്കി കുറച്ച് കഴിഞ്ഞപ്പോൾ പഠിത്തം നിർത്തി വീട്ടിൽ വന്ന് നിൽക്കുക. എന്ന് പറയും, എനിക്ക് വിദേശത്ത് പോകാനായിരുന്നില്ല താല്പര്യം, നിങ്ങളെന്നെ വിട്ടില്ലല്ലോ, നിങ്ങൾ വിടാത്ത കൊണ്ട് ഞാനിനി പഠിക്കാൻ പോകുന്നില്ല, ഞാനിനി വീട്ടിലിരിക്കാൻ പോവാ. ആർക്ക് നഷ്ടം? ഇടാൻ വീട്ടിലിരുന്നു കൊണ്ട് അപ്പനും അമ്മേനെ നിരന്തരം തെറിയും പറഞ്ഞ് അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിക്കൊണ്ടെന്ന് വെച്ചിട്ട് തിന്നുകയും ചെയ്യും. 4 നേരം സമയത്ത് വന്നിരുന്ന് അത് അല്പം വൈകി അതിന് വീട്ടുകാർക്ക് തെറിയും കിട്ടണം. വീട്ടുകാർ അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കി അത്രയും നാൾ വളർത്തി അവനെ പഠിക്കാൻ കൊണ്ട് ആക്കിയതിൻ്റെ ആദ്യത്തെ ഗഡുവായിട്ട് കൊടുത്ത് കുറച്ച് കാശ് അങ്ങനെ പോയി. ഇതൊന്നും ഇവന് വിഷയമില്ല. അവൻ പറയുന്നത് നിങ്ങളെൻ്റെ ജീവിതം നശിപ്പിച്ചു, നിങ്ങളെൻ്റെ ജീവിതം നശിപ്പിച്ചു എന്നാ. അവന് ജീവിക്കാനും മുന്നോട്ട് പോകാൻ എന്തെല്ലാം സാധ്യതയുണ്ട്. 10-22 വയസ്സുള്ള ഒരു യുവാവിന് ജീവിതം ആരംഭിച്ചിട്ടല്ലേ ഉള്ളൂ. അവിടെ തന്നെ അവൻ്റെ ജീവിതം അവസാനിപ്പിച്ചതുപോലെ അവൻ്റെ എല്ലാ തകർച്ചകളുടെയും അവൻ്റെ എല്ലാ അസ്വസ്ഥതകളുടെയും കാരണം മാതാപിതാക്കളാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. നല്ലൊരു കോളേജിൽ, നാട്ടിൽ നല്ലൊരു കോളേജിൽ അഡ്മിഷൻ എടുത്ത് അതിൻ്റെ ആദ്യ ഗഡുവായിട്ട് 1.5 ലക്ഷം രൂപയും കൊടുത്ത് കൊണ്ടേയാക്കിയിട്ട് അവൻ അവസാനം അതുപോലും പൂർത്തിയാക്കാതെ അവൻ പറയുകയാണ്, എന്നെ നിങ്ങൾ വിദേശത്ത് വിട്ടില്ലല്ലോ എന്ന്. വിദേശത്ത് വിട്ടില്ലെങ്കിൽ അതിനേക്കാളും പരിതാപകരമായതിന്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ നമ്മുടെ വീഴ്ചകൾക്ക്, നമ്മുടെ തകർച്ചകളുടെയൊക്കെ പിന്നിൽ നമ്മുടെ വ്യക്തിപരമായ പാപത്തിൻ്റെ കണക്കാണെങ്കിൽ നമ്മൾ അനുദപിക്കണമെന്നും നമ്മളൊരു പുതിയ ഹൃദയം സ്വന്തമാക്കണമെന്ന വചനം പറയുന്നത്. അതിനാണ് സുവിശേഷത്തിലേക്ക് വരുമ്പോൾ ഈശോ പറഞ്ഞുകൊണ്ടിരിക്കുന്നതന്നെ. ശിശുക്കളെ വന്നപ്പോൾ അവരെ ശകാരിച്ചു അപ്പസ്തലന്മാർ. അത്ര സമയം കളയണ്ടല്ലോ എന്ന് കരുതിയായിരിക്കും. ഒത്തിരി പേര് തിക്കും തിരികെയൊക്കെ നിൽക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ ഇതിനിടയ്ക്ക് കയറി സമയം കളയണ്ടല്ലോ എന്ന് കരുതിയായിരിക്കും കുഞ്ഞുങ്ങളെ മാറ്റി നിർത്താൻ പറഞ്ഞത്. ഈശോ പറഞ്ഞു തന്നെ അവിടെ സ്വർഗരാജ്യത്തിൻ്റെ ഒരാലോചന കർത്താവ് കൊടുക്കണേ. ഇങ്ങനെയുള്ളവർക്കാണ് സ്വർഗരാജ്യം, ഇവരുടേത് അവകാശമാണത്. എന്താ, കുഞ്ഞുങ്ങളുടെ ഹൃദയം അതാണ്, നിഷ്കളങ്ക ഹൃദയമാണ്. എത്ര അടികൂടിയാലും എത്ര തല്ലുണ്ടാക്കിയാലും അവരത് മനസ്സിൽ വയ്ക്കുമൊന്നുമില്ല. കുറച്ച് കഴിയുമ്പോൾ ഈ പിള്ളേർ തന്നെ തല്ലുകൂടിയാലും കുറച്ച് കഴിയുമ്പോൾ അവരൊരുമിച്ചിരുന്ന് കളിക്കുന്ന കാണാം. നമ്മളാണെങ്കിലോ എന്തെങ്കിലും കാര്യത്തിൻ്റെ മീതെ ഒരു ബന്ധം തകർന്നാൽ പിന്നെ മരണം വരെ ആ ബന്ധം മുറിഞ്ഞു പോയിക്കൊണ്ടിരിക്കും. ഒരു വിധത്തിലും കൂട്ടിച്ചേർക്കാനോ ഏതെങ്കിലും വിധത്തിലൊന്ന് സംസാരിച്ചൊന്ന് പരിഹരിക്കാനോ ഒന്നും തയ്യാറാകാതെ അതങ്ങനെ അങ്ങോട്ട് പോട്ടെ എന്ന് കരുതി ഹൃദയം കഠിനമാക്കി വയ്ക്കുന്നവരാ നമ്മൾ. അപ്പോൾ സ്വർഗരാജ്യത്തിൻ്റെ അനുഭവം നഷ്ടപ്പെടുത്തി കളയുന്നത്, ഈ ഭൂമിയിൽ വെച്ച് തന്നെ സ്വർഗീയ അനുഭവങ്ങൾ നഷ്ടപ്പെടുത്തി കളയുന്നത് നമ്മുടെ തീരുമാനം കൊണ്ടാണ്. അല്ലാതെ സ്വർഗീയ അനുഭവങ്ങൾ നമുക്ക് സമ്മാനിക്കാഞ്ഞിട്ടല്ല. അനുതാപത്തിലൂടെയും വിശുദ്ധീകരണത്തിലൂടെയും വീണ്ടെടുപ്പിലൂടെയും പരിശുദ്ധ കുർബാന കൗദാശിക ജീവിതത്തിലൂടെയും സ്വർഗീയ അനുഭവത്തിൽ ജീവിക്കാൻ വിളിക്കപ്പെട്ടവരായ നമ്മൾ നമ്മുടെ തീരുമാനങ്ങൾ കൊണ്ടാണ് ഈ അനുഭവങ്ങൾക്ക് മീതെ വാതിലടയ്ക്കുന്നത്. അതിന് ദൈവത്തെ പറഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ? സ്വന്തം പുത്രനെ നൽകി നമ്മെ സ്നേഹിച്ച കർത്താവ് ഇനി ഇതിലേറെ നമ്മെ സ്നേഹിക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമുണ്ടോ? ദൈവം നമുക്ക് തരാനുള്ളത് മുഴുവൻ തന്നു കഴിഞ്ഞിട്ടും നമ്മളെ കർത്താവ് ശ്രദ്ധിക്കുന്നില്ല, നമ്മളെ മാത്രം ദൈവം സ്നേഹിക്കുന്നില്ല. ദൈവം തൻ്റെ സ്നേഹത്തിൽ അതിൻ്റെ പൂർണ്ണതയിൽ സ്വന്തം പുത്രനെ പോലും നമുക്കായി തന്നു. ഇതിൽ കൂടുതൽ നമ്മൾ എങ്ങനെ സ്നേഹിക്കുന്നേ? ഇതിൽ കൂടുതൽ ദൈവം നമ്മൾ എങ്ങനെ സ്നേഹിക്കും? സ്നേഹിക്കാവുന്നതിൻ്റെ മാക്സിമം ദൈവം നമ്മെ സ്നേഹിച്ചു. നമ്മളിനി ആ സ്നേഹത്തിൻ്റെ ഫലമെടുത്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് സ്വകാര്യ ജീവിതത്തിൻ്റെ നിഷ്കളങ്കതയും ദൈവത്തോടുള്ള ബന്ധമൊക്കെ നമ്മുടെ വ്യക്തിപരമായ അധ്വാനമാണ്, വ്യക്തിപരമായ തീരുമാനമാണ്, വ്യക്തിപരമായ ജീവിതത്തിൻ്റെ ആ ഒരു കരുത്തൊക്കെയാണ് നമ്മൾ മുന്നോട്ട് നയിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള നമ്മുടെ ജീവിതം എന്താണോ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം നമ്മൾ എടുക്കുകയും കർത്താവിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ നമ്മൾ തയ്യാറാകുകയും ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ കരുണയും സ്നേഹമൊക്കെ അനുഭവിക്കാൻ നമുക്ക് പറ്റും. ഈ വചന വായനയിലൂടെ അല്ലെങ്കിൽ ഈ വചന ശ്രവണത്തിലൂടെ നമ്മുടെ വ്യക്തിപരമായ ജീവിതം കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുത്ത് കർത്താവിൻ്റെ ഹിതമനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്താനുള്ള കൃപ പരിശുദ്ധാത്മാവ് നമുക്ക് തരട്ടെ. അതിനുള്ള കൃപയ്ക്കായി ബലിയിലൂടെ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യാം. ആമേൻ.